ഗൈസ്, ഈ വീഡിയോയിലെ തെറ്റ് എന്താണ്? അത് സാറിന്റെ കയ്യിലാണ്. എന്റെ കയ്യിൽ ഒരു ഡൈസ് ഉള്ളൂ. ഇത്രയും കാലം തന്റെ പുറകെ നടന്ന് ഡൈസ് എവിടെ എന്ന് ചോദിച്ചപ്പോ മനസ്സിലായില്ലടോ അത് രണ്ടെണ്ണം ഉണ്ടെന്ന്. എടോ, ഡൈസ് എന്ന് പറഞ്ഞാൽ ബഹുവചനം, മണ്ടം കൊണാപ്പി. എടാ കാട്ടുകളി, ഏകവചനം ബഹുവചനം ഡൈസിന് ഒന്നാടാ ഒന്ന്. ഡൈസ് ഈസ് ആൻ ഇറഗുലർ പ്ലൂറൽ. പ്ലൂറൽ തെറ്റി വിളിച്ചോ തെറ്റി. ഈ ഡൈസിന്റെ സിംഗുലറും പ്ലൂറലും ഡൈസ് തന്നെയാണ് എന്ന് പറയുന്നത് തെറ്റാണ്. ഡൈസിന്റെ സിംഗുലർ ഡൈ ആണ്, അല്ലാതെ ഡൈസ് തന്നെയല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്താണ് ഇറഗുലർ പ്ലൂറൽ എന്ന്. ഈ വീഡിയോയ്ക്കകത്ത് പറയുന്ന സാധനം. ഇപ്പൊ റെഗുലർ പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഒരു വാക്കിനെ ബഹുവചനമാക്കാനായിട്ട് ഒന്നെങ്കിൽ നമുക്കൊരു എസ് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു ഇ എസ് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു IES ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ ഒരു 3 ഉദാഹരണം പറയാം. ഒന്നാമത്തെ ക്യാറ്റ്. ക്യാറ്റിനെ പ്ലൂറലാക്കാൻ ഒരു എസ് ഇട്ട് കൊടുത്താൽ മതി, ക്യാറ്റ്സ്. അതേസമയം ഒരു ബേബിയെ പ്ലൂറലാക്കണമെങ്കിലോ ബേബീസ്, ഒരു IES ഇട്ട് കൊടുത്താൽ മതി. അതേസമയം ഒരു ബസ്സിനെ പ്ലൂറലാക്കണമെങ്കിലോ ബസ്സസ്, ഒരു ES ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ SO ESO IESO ഇട്ട് കൊടുത്ത് പ്ലൂറലാക്കുമ്പോഴാണ് അതൊക്കെ റെഗുലർ പ്ലൂറലായിട്ട് മാറുന്നത്. അതേസമയം ചില വാക്കുകൾക്ക് നമ്മൾക്ക് ഈ എസും ESും IESും ഇട്ട് കൊടുത്ത് പ്ലൂറലാക്കാൻ പറ്റത്തില്ല. അതാണ് ഇറഗുലർ പ്ലൂറൽ. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മാൻ. മാനിന്റെ പ്ലൂറൽ എന്താണ്? മെൻ ആണ്. ചൈൽഡ് പ്ലൂറൽ എന്താണ്? ചിൽഡ്രൻ ആണ്. അതേപോലെ തന്നെയാണ് ഡൈസും. ഡൈസ് പ്ലൂറൽ ആണ്, അതിന്റെ സിംഗുലർ ഫോം ഡൈ ആണ്. അപ്പൊ ഡൈയുടെ പ്ലൂറലാണ് ഡൈസ്. പക്ഷേ ഇൻഫോർമൽ ഇംഗ്ലീഷിൽ, ഇപ്പോൾ മോഡേൺ ഇംഗ്ലീഷ്, നമ്മൾ ഇൻഫോർമൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഡൈസ് എന്ന് തന്നെയാണ് എല്ലാവരും കോമൺലി പറയുന്നത്. അതൊരു തെറ്റായിട്ട് കണക്കാക്കുന്നില്ല. അതേസമയം ഗ്രമാറ്റിക്കലി നോക്കുവാണെങ്കിൽ ഡൈസിന്റെ സിംഗുലർ ഫോം ഡൈ ആണ്. നിങ്ങൾ PSC എക്സാമിന് UPSC എക്സാമിനൊക്കെ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡൈസിന്റെ സിംഗുലർ എന്താണ് എന്നൊരു ചോദ്യം വന്നാൽ അത് ഡൈ ആണ്. ഡൈസ് എന്ന് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കരുത്, അത് തെറ്റായി പോകും. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്ന പോലെ ഡൈസിന്റെ സിംഗുലറും പ്ലൂറലും ഡൈസ് തന്നെയല്ല. ഡൈസിന്റെ സിംഗുലർ ഡൈ ആണ്. ഇൻഫോർമലി പറയുമ്പോൾ മാത്രമാണ് ഡൈസിനെ നമ്മൾ സിംഗുലർ ആയിട്ടും പ്ലൂറലായിട്ടും ഒക്കെ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേർക്ക് ഈ കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല അടിപൊളി ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് IELTS ക്ലാസ്സസിന് ജോയിൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടാൽ മതി. പിള്ളച്ചിന്റെ സ്വന്തം ഇംഗ്ലീഷ് വേൾഡ് ഓൺലൈൻ അക്കാഡമി നല്ല അടിപൊളി ക്ലാസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഗൈസ്.